ഹലോ ഗായ്സ്, എല്ലാവർക്കും പൂച്ചക്കുട്ടി ചാനലിലേക്ക് വെൽക്കം ബാക്ക്. നമ്മൾ ഇന്ന് എങ്ങനെ ട്രെയിനിങ് ചെയ്യാനാണ് പഠിക്കുന്നത്. FFMലെ ട്രെയിനിങ്. നമുക്കിപ്പോൾ പോകാം. നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. ഞാൻ വൺ ടാപ്പ് അല്ലെങ്കിൽ ഹെഡ് ഷോട്ട് അങ്ങനെ ഒരു രീതിയിലാണ് പഠിപ്പിക്കുന്നത്. സ്റ്റിൽ ഞാനെന്താ പറയുക, അത്രയ്ക്ക് നല്ല ബട്ട് വൺ ടാപ്പൊക്കെ ആയിട്ട് നല്ലോണം അടിക്കാൻ എനിക്ക് പറ്റുന്നതാണ്. ഹാക്കൊന്നും വേണ്ടല്ലോ ബ്രോ. M87 അടിക്കാൻ നോക്കിയിട്ട് അത് വന്നില്ല, ലാഗ്. ഓക്കെ, ഇങ്ങനെയല്ല നമ്മൾ അടിക്കേണ്ടതെന്നാണ് ഞാൻ കാണിച്ചിരുന്നത്. കണ്ട തലാട്ടി കാണിക്കുന്നതല്ല, അല്ല അങ്ങനെയും അല്ല, ഇതും ഡ്രാഗ് ചെയ്യണം എന്നാണ് ഞാൻ കാണിച്ചത്. ഡ്രാഗ് കണ്ടോണ്ടാ എന്താ അറിയില്ല കേസ്, ഇന്ന് ഭയങ്കര ലാഗുണ്ട്. ഞാൻ എൻ്റെ സെൻസിറ്റിവിറ്റി ഒക്കെ കാണിച്ചു തരാണ്. ഞാൻ അത് കണ്ട് വേണമെങ്കിൽ നോക്കിക്കോ. ഞാനതൊക്കെ ഇതാക്കുന്നുണ്ട്. ഈ ഒരു ഇത് നിങ്ങൾ നോക്കണ്ട, കാരണം ലാസ്റ്റിലേക്ക് ഞാൻ കൃത്യമായിട്ടുള്ളത് കാണിച്ചിരുന്നുണ്ട്. നിങ്ങൾ ഫുള്ള് കണ്ടില്ലെങ്കിൽ എനിക്ക് വിഷമാവൂലേ. ഇന്നെന്താ ഭയങ്കര ലാഗ്. ഞാൻ മ്യൂസിക്കൊക്കെ വെച്ച് ഇതാക്കുന്നുണ്ടെങ്കിൽ സൗണ്ട് വരുന്നു. എന്താ അറിയില്ല, സെൻസിറ്റിവിറ്റിക്ക് ഒരു വല്ലാത്തൊരു സംഭവം. അങ്ങനെ ഞാൻ കാണിച്ചു തരാണ്. അങ്ങനെ കാണിച്ചു തരികയാണ്. അതായത് ഇങ്ങനെ സ്കോപ്പ് ചെയ്തിട്ട് പെട്ടെന്ന് സ്കോപ്പ് ചെയ്തിട്ട് അടിക്കാനായിട്ട്. പിന്നെ ഡ്രാഗ് ഷോട്ട്. ഞാൻ അധികം ഡ്രാഗ് ചെയ്യുന്നത് നിലത്തേക്ക് നോക്കുമ്പോഴാണ്. നമ്മൾ ബോഡിയിലേക്ക് ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് തലയിലേക്ക് ആവാനും ഭയങ്കര പാടാണ്. സോ ഞാൻ നിലത്തടിച്ചിട്ട് പെട്ടെന്ന് ഡ്രാഗ് ചെയ്താവും. എന്നാലും ഭയങ്കര പാടാണ്. ബാഡിയാ, ഞാൻ ഫോണിൽ കളിക്കുന്നുണ്ടാന്ന് തോന്നുന്നു ഇത്രയും പാട്. ഓക്കെ, എന്താ അവരെ വരെ ഹിറ്റ് ചെയ്യാൻ ഭയങ്കര പാടാണ് ഗൈസ്. ഞാൻ പറയുന്നുണ്ട്, ഇങ്ങനെ ഈ ഡ്രാഗ് ഇത് കൂട്ടിയിട്ട് ഇങ്ങനെ ആക്കാനാണ്. കുറച്ചടുത്തേക്ക് നിങ്ങൾ കാണും. ഞാൻ ജമ്പ് ചെയ്തിട്ട് ഷോട്ട് ചെയ്യുന്ന കാര്യം ഞാൻ പറഞ്ഞില്ലേ. നമ്മൾ താഴത്തേക്കൊക്കെ ഇട്ട് ജമ്പ് ചെയ്തിട്ട് മുകളിലേക്ക് ഡ്രാഗ് അടിച്ച് ഷോട്ട് ചെയ്യുമ്പോൾ കൂടുതൽ ചാൻസ് ഉണ്ട്. ബട്ട് എന്താ അറിയില്ല ഗൈസ്, ഇന്ന് വല്ലാത്തൊരു സെൻസിക്ക് വല്ലാത്തൊരു പ്രോബ്ലം. എൻ്റെ ഫ്രണ്ടാണെങ്കിൽ എൻ്റെ അക്കൗണ്ടിൻ്റെ ഇത് ഞാൻ കാണിച്ചു തരാം. ഡെമോന്നാണ്. ഇങ്ങനെ വട്ടം കാണുന്നത് എനിക്ക് മറ്റേ ഈ റെക്കോർഡിങ്ങിൻ്റെ ആ സാധനം ഞാൻ ആ സൈഡിലേക്ക് ഇനി ആക്കിയത്. എവിടെ വരുന്നതെന്ന് എനിക്ക് കാണുന്നില്ല ഇനി, അതുകൊണ്ടാണ് ഞാനത് മാറ്റിയെടുത്ത്. അപ്പോഴത്തേക്ക് എൻ്റെ ഫുള്ള് ഹെൽത്തും കഴിയാനായി ഗൈസ്. ഞാൻ നോക്കുമ്പോഴത്തേക്ക് ഭയങ്കര ലാഗാണ് ഗൈസ്. വാടു ഞാൻ വെക്കുന്ന അതേ ടൈമിലാണോ നീങ്ങുന്നത്, എന്ത് ചെയ്യാനല്ലേ.
ഗൈസ് ഞാൻ ഇനി ഇങ്ങനെയാണ് ഈ ഒരു ഷോട്ട് ചെയ്യാന്നറിയുക. കിടക്കുക, പിന്നോട്ട് പോവുക, എന്നിട്ട് നേരം ഡ്രാഗ് ചെയ്ത് ഷോട്ട് ചെയ്യുക. ഇടയ്ക്ക് മിസ്സായിപ്പോവും, ഡോണ്ട് വറി അബൌട്ട് ഇറ്റ്. ബട്ട് ആദ്യമൊക്കെ ടൈം ഇത് വർക്കാവും. പക്ഷേ ഇതിന് ഒരേ ഒരു ക്യാച്ച് ഉണ്ട്, ഇത് ദൂരത്തായിരുന്നു ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ എനിമിക്ക് പെട്ടെന്ന് അടിക്കാൻ പറ്റും. ഞാൻ പറഞ്ഞ സംഭവങ്ങളൊക്കെ ഇതൊക്കെ കണ്ടോ. തിരിച്ചു വരാം. ഇങ്ങനെ പിന്നോട്ടായിട്ട് ഇങ്ങനെ അടിക്കുമ്പോൾ 360 അടിക്കുന്നൊക്കെയാണ് ഞാൻ കാണിച്ചിരുന്നത്. നമ്മുടെ സ്ക്രീന് പെട്ടെന്ന് മാറ്റിയിട്ട് ഫയർ ചെയ്താൽ നമ്മുടെ ബോഡി ഫുള്ളായിട്ട് അങ്ങോട്ട് ഡയറക്റ്റ് തിരിഞ്ഞ് അങ്ങോട്ട് അടിക്കും. ടിപ്പ് ആൻഡ് ട്രിക്ക്. കാണിച്ചതെന്ന് വെച്ചാൽ ക്രൗച്ച് ചെയ്യുന്ന സമയത്ത് സ്പ്രിൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ ക്രൗച്ച് അൺഡു ആവും. അപ്പോൾ നമുക്ക് ഹാക്കർമാർ ഇങ്ങനെ തലക്കടി കൊള്ളാതിരിക്കാനായിട്ട് ഇങ്ങനെ പോവുക. ഇവിടെ അധിക ടൈമിന് അട്ടി കിട്ടാൻ സാധ്യത ഭയങ്കര കൂടുതലാണ്. സ്പ്രിൻ്റ് ചെയ്യാണ്ട് പോവുകയാണെങ്കിൽ ഇങ്ങനെ നമ്മൾ പതുക്കെ കാണുന്നു പോകും, സൗണ്ട് പോലും കേൾക്കൂല. ഇങ്ങനെ സ്കോപ്പ് ചെയ്തതെന്നാണ് ഞാൻ കാണിച്ചിരുന്നത്. ഇങ്ങനെ പെട്ടെന്ന് ചാടി ഇരിക്കുകയും ചെയ്യരുത്. ഇരുന്നിട്ട് ഇതാക്കല്ലേ. ഞാൻ പ്രോൺ ചെയ്യാൻ നോക്കുകയാണ്. പ്രോൺ ചെയ്തിട്ട് കണ്ട നമ്മൾ അടിക്കുമ്പോൾ പ്രിസെപ്ഷനോടെ അടിക്കാൻ പറ്റും നമുക്ക്. കറക്റ്റ് അടിച്ചിട്ടുണ്ട്. മറ്റേത് നേരത്തേക്ക് പോകും. കണ്ട ഇങ്ങനെ അടിച്ചത് തന്നെ പോയില്ലേ, 2-3 പ്രാവശ്യം എടുക്കും. വീണ്ടും 318 കൊടുത്തിട്ടുണ്ട്. നമുക്ക് അടുത്തത് അവിടേക്ക് പോകാനാണ്. പക്ഷെ ഞാൻ ആ ഒരു സൈഡിൽ അടിച്ച് കാണിച്ചു തന്നിട്ട് ഞാൻ പ്ലേ ഗ്രൗണ്ടിലേക്ക് പോവാം. പ്ലേ ഗ്രൗണ്ട് ഗൈസ്. നമുക്കിനി അങ്ങോട്ട് പോകാവുന്നതാണ്. ഞാനുള്ള കാര്യം പറയാലോ, ഇവരെല്ലാവരും ആരും വൺ ടാപ്പൊന്നും ട്രൈ ചെയ്യുന്നില്ല. എല്ലാവരും മറ്റെന്താ അറിയാം, ഡബിൾ ടാപ്പ് ചെയ്യാനും ഇതാക്കാനും 150 കൊടുത്ത് അങ്ങനെ ആക്കാനും പിന്നെ കുത്തി പിടിക്കാനാണ് ഗൈസ്. എന്ത് ചെയ്യാനാണ്, നമ്മൾ ഇറങ്ങി വീഴുമ്പോഴത്തേക്കും കൊല്ലാണ് കുത്തിപ്പിടിച്ച്. വീണ്ടും വരും, ആരടിക്കാൻ നോക്കും, അപ്പോഴത്തേക്കും പിന്നെ നിർത്തം വന്നു കൊണ്ടു. അതാണ് ഗൈസ്, അല്ലാത്തതാണല്ലേ.
അടുത്ത് കസ്റ്റം മാച്ച് ആണെങ്കിൽ കമൻറ്റ് ചെയ്യാം. അപ്പോൾ ഗായ്സ് ഇത്രേ ഉള്ളൂ. ബൈ. Emotional damn it.